ട്രെയിലർ വന്നു. എങ്ങനെയുണ്ട് വിസ്മയുടെ തുടക്കം? ഗംഭീരമാവും? വിസ്മയുടെ തുടക്കം ഗംഭീരമാവുന്നതാണ് കാര്യം. ഇന്ന് ട്രെയിലർ കണ്ടെങ്കിലും ട്രെയിലറിൽ കാര്യമായിട്ടൊന്നും വിട്ട് നമ്മളോട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടുതലൊന്നും കൊടുത്തിട്ടില്ല ജൂഡാന്തിനെ. പക്ഷേ എന്തായാലും നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന ലാലേട്ടൻ്റെ മോളാണല്ലോ. ലാലേട്ടൻ്റെ മോളാണ്. പിന്നെ ഡയറക്ടർ ജൂഡാന്റണിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ പടം കലക്കും. പിന്നെ ഇന്ന് ഈ പ്രസ് മീറ്റും അറ്റൻഡ് ചെയ്തതിൻ്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്തൊക്കെ അതിൽ സംഭവം വച്ചിട്ടുണ്ട്. അത് ഇവിടെ പ്രസ് മീറ്റിന് പോലും അവർ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അതിൽ നിന്ന് മനസ്സിലായത് സംഭവം എന്തോ കാര്യമായിട്ടുണ്ട്. സംഭവം എന്നാൽ വലിയൊരു ഇപ്പം ലോക പോലത്തെ അങ്ങനെയുള്ളൊരു സിനിമയൊന്നുമല്ല. അത് നമുക്ക് മനസ്സിലായി. പക്ഷേ സംഭവം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ളൊരു പടമുണ്ട്. വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം അടിപൊളി ട്രെയിലറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പടം 7-ാം തീയതിയാണ് റിലീസാവുന്നത്. അപ്പോൾ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചൂട് 2018 പോലെ ഹിറ്റ് പടത്തിന് ശേഷം വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുണ്ട്, നല്ലൊരു പ്രതീക്ഷ തരുന്നുണ്ടോ? ജൂഡ് ആൻ്റണിയാണ് പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് വിസ്മയ മോഹൻലാലാണ്. അപ്പോൾ വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യത്തെ പടം കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കുകയാണ്. കണ്ടിരുന്നു. കിൻഡലിടി ഉണ്ട് എന്നാണ് പറയണത്. ഇനി പടം ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. നല്ലൊരു ഹെവി ഐറ്റം അതിലുണ്ട്. ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. അത് ക്വാളിറ്റി ഫിലിം മേക്കറാണ് അതിൻ്റെ ഡയറക്ടർ, അറിയാലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മോള്, ലാലേട്ടൻ്റെ മകളെ അത്രയും വലിയൊരു സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷനുള്ള വലിയൊരു ബിഗ് സിനിമ ഫാമിലിയുള്ള ലാലേട്ടൻ്റെ മകളെ വെറുതെ ഒരു ലാൻഡ് ചെയ്യിപ്പിക്കില്ലേ മലയാള സിനിമയിൽ. അതിലെന്തൊക്കെയോ ഉണ്ട്. ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം. നല്ല പെർഫോമൻസ് ആയിരിക്കും. ഒരുപാട് നെഗറ്റീവുകളൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഈ അടുത്ത് കുറേ ഇതുകളിലൊക്കെ പടം കണ്ടു കഴിയുമ്പോൾ പറയും, ഓഫ് ലാലേട്ടൻ്റെ മോള് തകർത്തു, ഗംഭീരം, വിസ്മയ എന്നുള്ള സാധനമായിരിക്കും മാധ്യമങ്ങളിൽ വരാൻ നോക്കിയോ. കാരണം ലാലേട്ടൻ്റെ മോളല്ല, ആ സ്കില്ലില്ലാണ്ടിരിക്കുമോ. അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കണ്ട. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, എന്ത് സിമ്പിളാണ് പെൺകുട്ടി, ഭയങ്കര ഡൗൺ ടു എർത്ത് അല്ലേ. കാരണം അത്രയും വലിയ ബിഗ് ബ്രാൻഡ്, കേരളം മുഴുവൻ ആരാധകരുള്ള അത്രയും സ്വാധീനമുള്ളൊരു മഹാനടൻ, അദ്ദേഹത്തിൻ്റെ മകൾ ഒരു താരജാടയില്ലാതെ ഒരു സാധാരണ നാട്ടിൻപുറത്ത് പെൺകുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇൻ്റർവ്യൂവിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് തെളിവ് വരുന്നു. ഇതിനൊക്കെ തിരുത്തി എഴുതും അന്നത്തെ ദിവസത്തെ ആ ഷോ കഴിയുമ്പോൾ. അപ്പോൾ ഉറപ്പാണ്. കാരണം ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മന്ത്രിയൊക്കെ വെറുതെ ഭയങ്കര ഷാർപ്പ് ബിസിനസ് മൈൻഡുള്ള ആളാണ്, കലയെ സ്നേഹിക്കുന്ന ആളാണ്. അദ്ദേഹമൊക്കെ വെറുതെ ഒന്നും ലാലേട്ടൻ്റെ മക്കളെ പ്ലേസ് ചെയ്യില്ല. അമ്മാതിരി സ്ക്രിപ്റ്റ് ആയിരിക്കും, അമ്മാതിരി പെർഫോമൻസും വിസ്മയ കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയും എനിക്കുണ്ട്. കാരണം എനിക്ക് അത്രത്തോളം പ്രതീക്ഷയുണ്ട്. പടം ഗംഭീര ഹിറ്റ് ആയിരിക്കും. എന്തൊക്കെയോ പടത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും.